അനേക വർഷങ്ങൾ മക്കളില്ലാതിരുന്നതിന് ശേഷം ദൈവം അത്ഭുതം പ്രവർത്തിച്ചാണ് ഹന്നയ്ക്ക് ശമൂവേൽ എന്ന മകൻ ജനിച്ചത്. അവൻ്റെ ബാല്യം തീരുന്നതിനു മുമ്പ് തന്നെ ഹന്ന അവനെ ശീലോവിൽ ഏലി പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുചെന്നാക്കി. അതിനുശേഷം എല്ലാ വർഷവും ഒരു പ്രാവശ്യം ഹന്ന കുടുംബത്തോടുകൂടി ശീലോവിൽ പോകുമായിരുന്നു. ശമൂവേലിന് ഒരു ഉടുപ്പും കൊണ്ടാണ് അവൾ പോയിരുന്നത്. ഹന്നയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ വിചിത്രമായി തോന്നും. മക്കൾ ഇല്ലാതിരുന്നതിന് വിഷമിച്ച് പ്രാർത്ഥിച്ച ഹന്നയ്ക്ക് ഒരു മകനെ ലഭിച്ചു. എന്നാൽ ഇപ്പോൾ ആ മകൻ അവളോടുകൂടെയില്ല. അവളുടെ സ്ഥിതി പഴയത് തന്നെ. എനിക്ക് ദൈവം തന്ന മകനെ ഞാൻ തിരിച്ച് ദൈവത്തിന് കൊടുത്തു, അതുകൊണ്ട് ദൈവം എനിക്ക് വേറെ മക്കളെ തരും അല്ലെങ്കിൽ തരണം എന്നൊന്നും ഹന്ന അന്ന് പ്രാർത്ഥിച്ചില്ല. അവൾ മുടങ്ങാതെ എല്ലാ വർഷവും ശീലോവിൽ വർഷാന്തരയാഗം കഴിക്കാൻ പോയിരുന്നു. എല്ലാ വർഷവും ഹന്നയെ കാണുന്ന ഏലി പുരോഹിതന് ഹന്നയ്ക്കിപ്പോൾ മക്കളൊന്നുമില്ല എന്ന കാര്യം ബോധ്യമായി. ആകെ കൂടെ ഉണ്ടായിരുന്ന ഒരു മകനെ എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ. അത് മനസ്സിലാക്കിയ ഏലി പുരോഹിതൻ എൽക്കാനയെയും അവൻ്റെ ഭാര്യയെയും അനുഗ്രഹിച്ചു. ഈ സ്ത്രീ യഹോവയ്ക്ക് കഴിച്ച നിവേദ്യത്തിന് പകരം യഹോവ അവളിൽ നിന്ന് നിനക്ക് സന്തതിയെ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. യഹോവ ഹന്നയെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ഹന്നയ്ക്ക് ആകെ കൂടെ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഇനി തനിക്ക് മക്കൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ ആ മകനെ ദൈവത്തിന് നൽകി. അതുകൊണ്ട് അവൾ മക്കളില്ലാത്തവളായി ജീവിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം അവൾക്ക് വേറെ 5 മക്കളെ നൽകി. സാധാരണ ആളുകൾ പറയും ദൈവം ആരുടെയും കടക്കാരനല്ല എന്ന്. അത് ബൈബിളിലുള്ള ഒരു വാക്യമല്ല, എങ്കിലും സത്യമാണ്. ദൈവത്തിന് കൊടുത്തതുകൊണ്ട് ആർക്കും ഒന്നും കുറഞ്ഞു പോയിട്ടില്ല. നമ്മൾ ദൈവത്തിന് എന്തു കൊടുക്കുന്നു എന്നതിലുപരി ദൈവത്തിന് കൊടുക്കുമ്പോൾ ഉള്ള നമ്മുടെ മനോഭാവം എന്താണ് എന്ന് ദൈവം നോക്കുന്നു. ഹന്ന ശമൂവേൽ ബാലനെ ദൈവത്തിന് കൊടുത്തപ്പോൾ അവൾക്ക് ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. അവനെ ഞാൻ എൻ്റെ ദൈവത്തിന് കൊടുക്കുന്നു എന്നതായിരുന്നു അവളുടെ മനോഭാവം. അതിനെ മാനിച്ച ദൈവം പിന്നീട് ഹന്ന തനിക്ക് ഇനിയും മക്കളെ വേണമെന്ന് പ്രാർത്ഥിക്കുവാൻ പോലും ഇടയാക്കിയില്ല. അവൾക്ക് 5 മക്കളെ ദൈവം നൽകി. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.